Good morning, ma'am. Good morning, ma'am. Yes. Good morning, all. Good morning, Good ma'am. morning, ma'am. Good morning, Ma'am. Good morning, ma'am. Okay, morning. Good morning, good morning. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം കട്ടായി പോകാട്ടോ. Okay, miss. മിസ്സിന്റെ കണ്ണട അയ്യോ ശരിയാണല്ലോ. അറിഞ്ഞുപോയി ഞാൻ. ഞാനും ആലോചിച്ചു എന്തോ ഒരു മാറ്റമുണ്ടല്ലോ. കുഴപ്പമില്ല, നേരെ പോട്ടെ. കണ്ട വഴിന് ഒരു കുറവ് തോന്നി അത് കാരണം. ആ സോറി. ഇന്ന് സ്പെക്സ് വെച്ചേ ഇല്ല, ചിലപ്പോ അതുകൊണ്ടാണ് ഞാൻ മറന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ മാം. ഓക്കെയാണ്. സുന്ദരിയായിട്ടുണ്ട്. അതെയോ, രാവിലെ തന്നെ തുടങ്ങിക്കോട്ടോ. ഓക്കെ, സിസ്റ്റത്തിൽ നോക്കുമ്പോഴേ ഭയങ്കര സ്ട്രെയിൻ വരുന്നു, അതുകൊണ്ടാണ് സ്പെക്സ് വെക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ് സ്പെക്സ് ചെയ്യാതെ ക്ലാസ് എടുക്കുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വിശേഷം അതിനുശേഷം പറയാം. സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. Prayer, word of the day, Tiny. Good morning, ma'am. Good morning. എൻ്റെ പേര് ഷെർലി ഫ്രം ആലപ്പുഴ. ക്യാമറ കറക്റ്റ് ആയിട്ട് വെക്കോ? കറക്റ്റ് അല്ലേ? ശരിയായോ? ശരി ശരി. ഒരു ടെൻഷൻ ഉണ്ട് അതുകൊണ്ട്. ടെൻഷൻ. അത് കൂളായേ. ഷേർലി പറയൂ. അതുകൊണ്ടാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? നോമ്പാണ്. ഓ ഓക്കെ. ഷേർലി കൂളായോ? കേൾക്കുന്നില്ല, മ്യൂട്ടാണോ? കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. ക്യാമറ പോകുന്നത് നോക്കിയേ. ക്യാമറ ഓഫ് ആക്കി വെച്ചിട്ട് വേണം. വേണ്ട, ക്യാമറ ഓൺ ചെയ്തല്ലേ, കുഴപ്പമില്ല. ക്യാമറ ഓൺ ചെയ്തപ്പോഴാണ് ആ ടെൻഷൻ വന്നത്. അതില്ലേ ക്യാമറ ഓഫ് ആക്കിട്ട് വേണ്ടേ, കുഴപ്പമില്ല. എന്റെ ഫേസിൽ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അല്ലെങ്കിൽ ക്യാമറയിലോട്ട് കേട്ടേ. ഹൃദയരാമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ഇന്നു വാഴ്ത്തിടാം ഹൃദയരാമീട്ടി സ്നേഹഗീതമേ നമ്മൾ പാടും സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. നാം മറന്നു. ശരിയാവുന്നില്ല. ആയിക്കോട്ടെ, ശരിയായില്ല, നന്നായിരുന്നല്ലോ. കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടാ. ഓക്കെ, കൂളായിട്ട് ഷേർലി. നന്നായിട്ട് പാടാൻ നോക്കും. ഇതാണ് ടെൻഷൻ, നന്നായിട്ട് പാടും. നെക്സ്റ്റ് ടൈം. ഓക്കെ. Good morning, ma'am. മോർണിംഗ് ജോലി. ഓക്കെ, ഓക്കെ ഷേർലി. Then next is our word of the day, all Tiny. Hi, ma'am. Good morning. What's for it, ma'am? All birds find shelter during a rain, but eagle avoids rain by flying above the clouds. Problems are common, but attitude makes difference. Dr. APJ Abdul Kalam. Uma Sajeev. Good morning, ma'am. Good morning, all.
Okay. Then ഗുഡ് മോർണിംഗ് മാം. സൈൻ ഇൻ പറയട്ടെ? yeah, camera on ചെയ്യാൻ പറ്റുമോ? ക്യാമറ ഓൺ ചെയ്യാം. എന്താ ഒരു മടി എന്താ on ചെയ്യാൻ? Yeah. റീച്ച് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ ഞാൻ കാണുന്ന പേര് കാണുന്നില്ലല്ലോ ആരുടെ പേര് മാത്രമേ അറിയുള്ളൂ. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഐ ആം റീജ ഫ്രം ഇടുക്കി. ഞാനൊരു മലയാളം സ്റ്റോറിയാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഹലോ. കേക്കാം, പറയൂ. ഓക്കെ. പണ്ടൊരു കാട്ടിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ആ പുഴയിലായിരുന്നു ആമ താമസിച്ചിരുന്നത്. പുഴയിലും തീരത്തുമായി ആമ കളിച്ചുല്ലസിച്ചു അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു അമ്മക്കുരുവി കൂടുണ്ടാക്കുന്നത് ആമ കണ്ടു. ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇലകളും നാരുകളും ഒക്കെ കൊണ്ട് ദിവസങ്ങൾ എടുത്താണ് അമ്മക്കുരുവി തന്റെ കൂട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആമ പുഴക്കരയിലിരുന്ന് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കൂടുണ്ടാക്കി കഴിഞ്ഞതും അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും തന്റെ 3 കുരുവി കുഞ്ഞുങ്ങളും ഒക്കെയായി അവർ ആ വീട്ടിൽ താമസവും തുടങ്ങി. അമ്മക്കുരുവിയുമായി ആമ പെട്ടെന്ന് തന്നെ ചങ്ങാത്തത്തിലായി. ദിവസവും പുഴക്കരയിൽ അവർ സംസാരിച്ചിരിക്കുമായിരുന്നു. ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ അമ്മക്കുരുവിയുടെ വീടിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. കമ്പുകളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് കാണാൻ ഒരു ഭംഗിയുമില്ല. മാത്രമല്ല മേൽക്കൂരയൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ മഴ പെയ്താൽ നനയുകയും ചെയ്യും. ഇത് കേട്ട അമ്മക്കുരുവി ചിരിച്ചു. എന്നാൽ ആമ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്ക് നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട. എന്റെ പുറംതോട് തന്നെയാണ് എന്റെ കൂട്. മഴ പെയ്യുമ്പോൾ ഞാൻ അതിൽ അഭയം തേടും. ഇത് കേട്ടപ്പോൾ അമ്മക്കുരുവി തന്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് വീട് പണിയുന്നത്. മാത്രമല്ല എന്റെ വീട് കാണാൻ ഭംഗിയില്ലാത്തതുമാണ്. കൂടാതെ മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും. പക്ഷെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയുമാണ് താമസിക്കുന്നത്. നിന്റെ പുറംതോട് നിനക്ക് വീട് പോലെ അഭയം തരുമായിരിക്കും. പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ. ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത്? അമ്മക്കുരുവിയുടെ മറുപടി കേട്ട ആ നിമിഷം ആമ ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, നീ പറഞ്ഞത് ശരിയാണ്. എല്ലാവരും ഒത്തൊരുമയോടും സന്തോഷത്തോടെയും ഒരുമിച്ച് കഴിയുമ്പോഴാണ് ഒരു വീട് വീടാകുന്നത്. അങ്ങനെ വീടിനെ കുറിച്ചുള്ള തന്റെ ധാരണകൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആമ അത് തിരുത്തുകയും ചെയ്തു. മാത്രമല്ല അമ്മക്കുരുവിയും ആമയും നല്ല സുഹൃത്തുക്കളായി പിന്നെയും ഒരുപാട് നാൾ ആ കാട്ടിൽ കഴിഞ്ഞു. ഗുണപാഠം: എല്ലാവരും ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും കഴിയുന്ന കുടിലാണ് ഏകാന്തമായ മാളികയേക്കാൾ നല്ലത്. കഴിഞ്ഞു. Okay, Rija. താങ്ക് യു. Okay. So മാക്സിമം അത് ക്യാമറ ഓൺ ചെയ്ത് പറയാൻ നോക്കാം. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്തൊക്കെയാ ചേഞ്ചസ് വരുന്നതെന്ന് അല്ലേ? സോ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നോമ്പാണ് മാം, അത് മാത്രമേ വിഷമമുള്ളൂ. ഇന്നത്തെ വിശേഷം ആറ്റുകാൽ ഒരു ഉഷാറില്ല. അയ്യോ, എന്താണ് മാമിന്റെ ഇപ്പോഴും ക്ഷീണം മാറിയില്ല. 12ാമത്തെ നോമ്പായി. ഇടയത്താഴ എണീക്കലില്ലാത്തതാണ്. ഇംഗ്ലീഷ് ആവുമ്പോ മാത്രമേ ക്ഷീണം. ആ സമയത്ത് എണീക്കാത്തോണ്ടാണ് ഭയങ്കര ക്ഷീണം തോന്നുന്നത്. സത്യം. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ജോയിൻ ചെയ്തതാണോ? ക്ഷീണമായിട്ടും ഞങ്ങളെ എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യാറുണ്ട്. നല്ല കുട്ടികളാണ്. ബാച്ച് ഇല്ല ഞങ്ങൾക്ക് അറിയോ? മോണ്ടിസോറിയിലെ ഏറ്റവും ഇതാണ് വൈബ്രന്റ് ആയ ഒരു ബാച്ചാണ്. ഒരു ദിവസം ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അത് ഞങ്ങളുടെ വാട്സാപ്പ് ചെക്ക് ചെയ്താൽ അറിയാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യും?
ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. ഈ ടെൻഷൻ പിന്നെ വേറെ ഞങ്ങൾക്ക് പുതിയ ബാച്ചിനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി വർക്ക് ചെയ്യാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടെ പഠിക്കും. അപ്പോഴ് വീട്ടിൽ ഇരിക്കുന്ന ബോറടിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ അതിലൂടെ ജോയിൻ ചെയ്തിട്ടിരിക്കുക. അതില് കഴിഞ്ഞ ആഴ്ചയിൽ 65 വയസ്സുള്ള ഒരു ലേഡിക്ക് പിന്നെ ഏജ് ആയ ഒരു ലേഡി ഇതുപോലെ പഠിച്ച് ടീച്ചറായിട്ട് അവർക്ക് അവാർഡൊക്കെ കൊടുത്തു അവര് അബാക്കസുകാര്. അപ്പൊ അതൊക്കെ കൊണ്ട് പറ്റുന്നില്ല, പക്ഷെ എങ്കിലും ട്രൈ ചെയ്യുക. കാരണം വാർദ്ധക്യം അടിമപ്പെടുത്തരുത്, ആ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അല്ലെ ഒറ്റയ്ക്ക് വീട്ടിനകത്തിരിക്കുമ്പോൾ വാർദ്ധക്യം നമ്മളെ ഇതുവരെ നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, വീട് പണി, ഹസ്ബൻഡിന്റെ കൂടെ പോകും. നമുക്ക് അന്നേരം നമ്മുടെ യൗവന പ്രായത്തിൽ മനസ്സിലാവത്തില്ലല്ലോ ഈ കാര്യങ്ങളെ പറ്റി. ഇപ്പോഴാണ് മക്കളൊക്കെ വളർന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അതിനെപ്പറ്റി. അപ്പോഴ് വിചാരിച്ച് ഇനിയെ നമ്മളെ ഒന്നും അടിമപ്പെടുത്തരുതെന്ന് ഒരാഗ്രഹം മനസ്സിലുണ്ട്. എന്തോ ആയാലും അടിപൊളിയാട്ടോ. ഐ ലവ് യു. എന്നെ ആരും അടിമപ്പെടുത്താൻ ഞാൻ അനുവദിക്കും. ഒരു ശക്തിയും എന്നെ പണ്ടേ അങ്ങനെ കൊച്ചിലെ എന്നെ വീട്ടിൽ എല്ലാവരും പറയും അവളോട് പറഞ്ഞ ആരും ജയിക്കത്തില്ലെന്നോ എൻ്റെ അമ്മയും അപ്പച്ചനും ആങ്ങളമാരും ഒക്കെ പറയും. എനിക്ക് ഭയങ്കര ഒരു ഇതാ, ഒന്നും എന്നെ അടിമപ്പെടുത്തുന്ന എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം നമ്മളിപ്പോ ഇപ്പം ഞാൻ നോക്കിയപ്പോ ഇപ്പം ഞാൻ ഇതിന് തയ്യാറായില്ലെങ്കിൽ എന്നെ ഈ വാർദ്ധക്യം അടിമപ്പെടുത്തും. അപ്പൊ ഞാൻ ഏത് രീതിയിലും അതിനെ ജയിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് MG8 ഭയങ്കര സൂപ്പറാന്ന് പറയണത്. എല്ലാവരും പവർഫുൾ പിള്ളേരാ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയും പ്രായമുള്ള എന്റെ ഫ്രണ്ട്സ്, എന്റെ കൂടെ പഠിച്ചിട്ടുള്ളവര്, എന്റെ റിലേറ്റീവ്സ്, ഹസ്ബൻഡ് എല്ലാവരും ചോദിക്കും നിനക്ക് എങ്ങനെ ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒരു രോഗവും ബോഡിയിലില്ല, നീ എന്ത് ചെയ്യുന്നേ, എന്ത് ഫുഡാക്കുന്നത്? കുറെ പേർക്ക് അസൂയ നാട്ടിലെല്ലാവരും ചോദിക്കുന്നത്. ഞാൻ ആത്മീയമായിട്ട് മുന്നേറുമ്പോ പറയുന്നേ, ഓ സിനിമാ നടിയാ, ചുമ്മാ പറയും അവള് സിനിമാ നടിയുടെ കൂട്ടം കണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാ. എനിക്ക് ദൈവം തന്ന സൗന്ദര്യം അല്ലാതെ ഞാൻ ഇച്ചിരി പൗഡർ പോലും ചെയ്യത്തില്ല. പക്ഷെ എന്നാലും ആൾക്കാർ ഇങ്ങനെയാ പറയുന്നത്, അവൾ അങ്ങനെയാ, ഇങ്ങനെ ഒരു രോഗവും ഇല്ലാതെ ഇങ്ങനെ ഗുണ്ടുപോലെ ഇപ്രായത്തിലും പഠിച്ചും പഠിപ്പിച്ചും ഇങ്ങനെയൊക്കെ എങ്ങനെ കളിച്ചും ചിരിച്ചും കഴിയാൻ പറ്റുന്ന ആത്മീയമാണെന്ന് ചുമ്മാതെ പറയാന്നൊക്കെ എത്രയോ പേര് എന്നോട് ചെയ്യുന്നത്. കുറെ പേര് ഡയറക്റ്റ് ചോദിക്കുക എന്നാ ഫുഡാ കഴിക്കുന്നേ, എന്താ ഇതിനുള്ള രഹസ്യം എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുക. എൻ്റെ രഹസ്യം ഇത് തന്നെ, ഞാൻ ഒന്നിനും അടിമപ്പെടില്ല, അതിൽ ജയിക്കാനുള്ള കാര്യം നോക്കും, അത്രയേ ഉള്ളൂ. രഹസ്യം അതാ. പക്ഷെ വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളെ നമ്മുടെ കൂടെ നിൽക്കുന്നവരോ നമുക്കുള്ളവരോ അല്ലെ നമ്മുടെ സ്നേഹിതരോ അങ്ങനെയുള്ളവരായിരിക്കും നമ്മളെ അടിമപ്പെടുത്തുക ഒന്നാമത് ശ്രമിക്കുന്നതെന്ന് ഞാൻ അനുഭവം. നമുക്ക് ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ വരും, പക്ഷെ അതേ വിമർശനങ്ങളെ നമ്മൾ ഒതുങ്ങിപ്പോയാൽ നമ്മൾ അടിമപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ അതിനെ ജയിക്കാനുള്ള കാര്യം നോക്കും, അത്രേ ഉള്ളൂ. ഞാൻ ബ്യൂട്ടീഷ്യൻ മാത്രം ചെയ്യാറില്ല എന്ന് പറയുന്ന പോലെ അല്ലെ. ഓക്കെ, പെട്ടെന്ന് എനിക്ക് ആവുന്ന ഡയലോഗ് ഓർമ്മ കേട്ടോ. സോറി. ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ ഒരു ഡയലോഗ് ഓർമ്മ ഒന്നും പറഞ്ഞു. സൗകര്യത്തിന്റെ കാര്യം പറഞ്ഞ. എന്തുവാ പറയൂ കൃഷ്ണ. ഞങ്ങളെ സ്ഥിരമായിട്ട് കാണണമെങ്കിൽ ഞങ്ങൾക്ക് സ്മാർട്ട് റീല് ജോലി തന്നാ മതി ടീച്ചേഴ്സായിട്ട്. ഞാനത് പറഞ്ഞിരുന്നു. പോയിട്ട് രസ്ന. അത് ശരിയാ രസ്ന പറഞ്ഞേ. ഞാന് നേരത്തെ മാം അത് ചോദിച്ചപ്പോ പറഞ്ഞിരുന്നു, പക്ഷെ ഒരുമിച്ച് പറഞ്ഞ കാരണം കേട്ടില്ല. മാം ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം, സാറ് പറഞ്ഞിട്ടുണ്ട്. ആ ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. ആർക്ക് ധൈര്യമുണ്ടോ, സാറ് അന്ന് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, ആർക്ക് ധൈര്യമുണ്ടോ മുന്നോട്ട് പോവാ, ഞങ്ങള് സാലറിയും തരാം, ഞങ്ങള് ഇവിടെ സീറ്റും ഉണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ. ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. ധൈര്യമുണ്ട്. ധൈര്യത്തിന് എന്താ കുറവ്, നമുക്ക് പോവാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ കോഴ്സ് ഒന്ന് കഴിയട്ടെ, അങ്ങനെയല്ല. ഞാനിപ്പോ
ഞാനിപ്പോ ചെന്നൈ ഫെസിലിറ്റേറ്റർ ആയി പോയേനെ. പക്ഷെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. നല്ല യൗവനപ്രായത്തിൽ മനസ്സിലാക്കിയില്ല. മക്കളെയൊക്കെ നല്ല പഠിപ്പിച്ചു. അവര് പാട്ട് പാടിക്കൊണ്ട് തുടങ്ങി ഇംഗ്ലീഷ്. പക്ഷെ നമ്മള് ഇനിയിപ്പോ ഇതൊന്നും വേണ്ട, ഇനിയിപ്പോ ഹസ്ബൻഡിന്റെ മക്കളെയൊക്കെ നോക്കി അങ്ങനെ അങ്ങ് ചുമ്മാതെ സമയം വേസ്റ്റ് ആക്കിയോ വെറുതെ. ഇപ്പോഴാ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അയ്യോ അന്ന് അങ്ങനെ സമയം വേസ്റ്റ് ആക്കിയില്ല, ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഞാൻ പ്രിഫർ ആയിരുന്നു. ഇപ്പൊ എനിക്ക് ധൈര്യമില്ല. കാരണം കയറി കഴിഞ്ഞാൽ പാട്ട് പാടിക്കൊണ്ട് കിടക്കുന്ന പിള്ളേർ ഇംഗ്ലീഷ് നല്ലപോലെ പാടും. നമുക്കൊരു വാക്ക് പോലെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ നിന്ന് പറ്റാൻ 4 ഇംഗ്ലീഷ് പറയുന്ന പോലാണോ. അതുകൊണ്ട് ഞാൻ പുറകോട്ട് മാറി നിൽക്കുന്നേ. നല്ല രീതിയിൽ ഇംഗ്ലീഷ് ജോളി ചേച്ചി ഇപ്പൊ ചിന്തിച്ചല്ലോ, ഇനി നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോവാം. ഇപ്പോഴെങ്കിലും നമുക്ക് ചിന്തിച്ചല്ലോ, നമ്മുടെ ആ തോട്ട് വരുന്ന ടൈമാണ് നമ്മൾ എപ്പോ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പാസ്റ്റ് നമ്മൾ മറന്നേക്കുക, പ്രസന്റിലേക്ക് മുന്നോട്ട് വരിക, അതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മള് പാസ്റ്റ് വിട്ടേക്ക്, നമുക്ക് വരാം. ഞാൻ വിട്ടിട്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഇത്രയും പ്രായത്തിൽ എങ്ങനെ ധൈര്യമായിട്ടും പഠി ഇപ്പൊ. പക്ഷെ എങ്കിലും അതിന് ഒരു പാസ്റ്റ് എത്ര കാലം നമ്മൾ ചിന്തിക്കും, അയ്യോ ഇച്ചിരി കൂടെ മുമ്പേ ഉണർന്നിരുന്നെങ്കിൽ ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ ഇരിക്കാൻ വരെ ഉറങ്ങിപ്പോയതാണല്ലോ എന്ന് ചിന്തിക്കും. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നെഗറ്റീവ് തോട്ട് വരുന്നതാണ് ചേച്ചി. നമ്മള് നെഗറ്റീവ് തോട്ട് ചിന്തിക്കാണ്ട് പോസിറ്റീവ് ചിന്തിക്ക്. നമ്മൾ ചേച്ചി ഈ പ്രായത്തിൽ വന്നില്ലേ, ഇനി നമുക്ക് അത് ചിന്തിക്കുന്നുണ്ട്. അല്ല ഇപ്പൊ ഫെസിലിറ്റേറ്ററിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ. പക്ഷേ സ്മാർട്ട് സോറി കേട്ടോ, ഞാൻ മ്യൂട്ട് ചെയ്തേ. കാരണം ക്ലാസ് പോണം. ഓക്കെ, നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരു 1 hour പോരാ. ക്ലാസ് പോണം, അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. ഓക്കെ, സൈലന്റ് ആയിട്ടിരിക്കുക. ഞാൻ മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മതി കേട്ടോ, വേറെ ടോപ്പ് ഒന്നും ഇല്ല. ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ക്ലാസ് എടുത്തില്ല, ഗാനമേളയായിരുന്നു. ഓക്കെ, എന്നിട്ട് ഈ ക്ലാസ് എടുക്കണം. ലാസ്റ്റ് പോർഷൻ തീർന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ചീത്ത പറയും. ഓക്കെ ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവ് ആണ് എടുത്തിരുന്നേ, ഓർമ്മയുണ്ടല്ലോ? അഡ്ജക്റ്റീവ് ആയിരുന്നു. അഡ്ജക്റ്റീവ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അഡ്ജക്റ്റീവ് ഫ്രേസും അറിയാവുന്നതാണ്. ക്ലോസ് ആയിരുന്നു കുറച്ചുകൂടെ ഡൗട്ട്ഫുൾ. സോ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു അഡ്ജക്റ്റീവ് ഫ്രേസ് ആൻഡ് ക്ലോസ് നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും നോക്കിയിട്ട് വന്നിട്ടുണ്ടോ? പ്രിപ്പേർഡ് ആണോ? പ്രിപ്പേർഡ് ആണ്. പ്രിപ്പേർഡ് ആയവര് പേര് ടെക്സ്റ്റ് ചെയ്യും, ഞാൻ വിളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആസ് എ ടീച്ചർ, ഒരു ടീച്ചറായിട്ട് എല്ലാവരും ഇരിക്കുന്നവരെല്ലാവരും ക്ലാസ്സിലുള്ളവരെല്ലാവരും സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അവർക്ക് എങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ ക്ലാസ് എടുക്കുക. ആസ് എ ടീച്ചർ ആയിട്ട് ക്ലാസ് എടുക്കുക, ഇൻക്ലൂഡിംഗ് മീ. എനിക്കും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരും. എനിക്ക് അറിയില്ല ക്ലോസ് എന്താണ്, പ്ലേസ് എന്താണ്, എനിക്കറിയില്ല. ഓക്കെ, സോ എന്റെ ഹെൽപ്പ് ഇവിടെ ഉണ്ടാവില്ല. മാക്സിമം എന്നെ കൂടെ പഠിപ്പിക്കാം. ക്ലിയർ ആണല്ലോ? സോ ഫസ്റ്റ് തമന്ന സ്റ്റാർട്ട് ചെയ്യൂ. തമന്ന ടീച്ചർ. ഗുഡ് മോർണിംഗ് മാം. യെസ്, പറയൂ കുട്ടി. ഗുഡ് മോർണിംഗ് മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് മോൻ ബാക്കിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ മാം സൗണ്ട്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാൻ അഡ്ജക്റ്റീവ് എന്താന്ന് പറയാം. വേഗം പറയാവേ, ഇല്ലെങ്കിൽ ഇവിടെ ഡിസ്റ്റർബൻസ്. ഓൺ ചെയ്തിട്ടുണ്ട്. എന്നെ കാണാതെ പോയോ? ഞാൻ ഓൺ ചെയ്തു. ഇപ്പോഴോ? ഹലോ, ഇപ്പോഴും ഇല്ല. ക്യാമറ ആയിരിക്കത്തില്ല, മൈക്ക് ഓൺ ചെയ്യണം. വീഡിയോ ഷെയർ ചെയ്യൂ കേട്ടോ. ചിലപ്പോ വീഡിയോ ഷെയറിംഗ് ഓഫ് ആയിരിക്കാം. വീഡിയോ ഷെയറിംഗ് എന്റെ അമ്മ അതൊക്കെ ചെയ്ത് വരുമ്പോ അപ്പൊ എനിക്ക് ഓഫ് ആക്കിയിട്ട് പറയട്ടെ. ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, എവിടെയാണെന്ന് നോക്കണേ. ഇനി ആണോ? ഇതിന്റെ അകത്ത് വല്ല ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, മിനിമൈസും മേക്ക് യുവർ വീഡിയോ ഫുൾ സ്ക്രീനും മാത്രമേ ഉള്ളൂ. ആണോ? ക്യാമറ എവരിവൺ ആണോ? എല്ലാവരും കാണുന്ന രീതിയിലാണോ ഓപ്ഷൻ? അതിന് നോക്കണം മാം, ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇന്നലെ ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സെറ്റിംഗ്സിലൊക്കെ കയറി നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് അഡ്ജക്റ്റീവ് എന്താന്ന് നോക്കാം. ഓക്കെ,
അഡ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഒരു എന്തെങ്കിലും ഒരു നൗണ് അല്ലെങ്കിൽ ഒരു പ്രോനൗൺ എന്തും ആകാം, അതിനെ എന്ത് ചെയ്യുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം അല്ലെ. ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം നീല കളർ. മലയാളത്തിൽ പറയുന്നില്ല, സ്കൈ ഈസ് ബ്ലൂ. അവിടെ സ്കൈ എന്ന് പറയുന്നത് ഒരു നൗണാണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ആണ്, അഡ്ജക്റ്റീവ് ആണ് ഏത്, ബ്ലൂ എന്നുള്ളത്. അപ്പോ ദ സ്കൈ ഈസ് ബ്ലൂ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹി ഈസ് എ സ്മാർട്ട് സ്റ്റുഡന്റ്. അവിടെ ഞാൻ കുട്ടിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഹി എന്നുള്ളൊരു വേർഡാണ് യൂസ് ചെയ്തത്. ഹി എന്താണെന്ന് നമുക്കറിയാം അല്ലെ, അതൊരു പ്രോനൗൺ ആണ്. അപ്പോ ഹി ഈസ് എ സ്മാർട്ട് സ്റ്റുഡന്റ്. ഹി എന്നുള്ളൊരു കുട്ടി, അവനൊരു നല്ല കുട്ടിയാണ്, ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അവിടെ ഹി പ്രോനൗൺ ആണ്, സ്റ്റുഡന്റും എന്താണ്, നൗൺ ആണ്. രണ്ടുപേരെയും എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ് സ്മാർട്ട് എന്നുള്ളത്, അഡ്ജക്റ്റീവ്. അപ്പോ ഹി ഈസ് എ സ്മാർട്ട് സ്റ്റുഡന്റ് പറയുമ്പോൾ സ്മാർട്ട് ആണ് ആ ഒരു എക്സാമ്പിൾ, ആ ഒരു വേർഡ് അഡ്ജക്റ്റീവ് വരുന്നത്. ഇനി ദ കാർ ഈസ് ഫാസ്റ്റ്. ദ കാർ ഈസ് ഫാസ്റ്റ് ഏതാണ് അഡ്ജക്റ്റീവ് വരുന്നത്, ഫാസ്റ്റ് ആണ് അഡ്ജക്റ്റീവ് വരുന്നത്. അപ്പോ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രോനൗൺ, ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഐ ഫൗണ്ട് എ റെഡ് ആപ്പിൾ. അപ്പോ ആപ്പിൾ എന്ന് പറയുന്ന ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് റെഡ് എന്നുള്ളത്. അപ്പോ അവിടുത്തെ അഡ്ജക്റ്റീവ് എന്താണ്, റെഡ് ആണ്. ഇനി എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് നോക്കാം. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാല് ഇപ്പോ ദ ബിഗ് റെഡ് ആപ്പിൾ ഫെൽ ഫ്രം ദ ട്രീ. ദ ബിഗ് റെഡ് ആപ്പിൾ ഫെൽ ഫ്രം ദ ട്രീ. അവിടെ ആപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്ത് രണ്ട് വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരേപോലെ ആപ്പിൾ എന്ന വേർഡിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് രണ്ട് വാക്ക്, ബിഗും റെഡും, രണ്ടും ആപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൊണ്ട് ഒരു വേർഡിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, അതിനെ മോഡിഫൈ ആണെങ്കിൽ, ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ് ഫ്രേസസ്. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഹെർ ഹെയർ വാസ് സിൽക്കി ആൻഡ് സ്മൂത്ത്. ഹെയർ എന്നുള്ളൊരു വാക്കിനെ രണ്ട് വേർഡ്, സിൽക്കിയും സ്മൂത്തും, രണ്ട് വാക്കുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അഡ്ജക്റ്റീവ് ഫ്രേസസ്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ പറയാം കേട്ടോ. ദ ക്ലാസ് റൂം വാസ് നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ്. ക്ലാസ് റൂം വാസ് നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ്. അപ്പൊ ഒന്നിൽ കൂടുതൽ എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് വന്നിട്ടുണ്ട്. അതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്ലോസ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാനത് ഒരുമിച്ച് പറയാം കേട്ടോ. ക്ലോസിന്റെ എക്സാമ്പിളും അഡ്ജക്റ്റീവ് ക്ലോസിന്റെ എക്സാമ്പിളും ഒന്നിച്ച് പറയാം. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പോ ഐ വിസിറ്റഡ് ദ ടൗൺ. ഐ വിസിറ്റഡ് ദ ടൗൺ. ക്ലോസിന്റെ പ്രത്യേകത എന്താ? ആ സെന്റൻസിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. സബ്ജക്റ്റും ഉണ്ടായിരിക്കണം, വെർബും ഉണ്ടായിരിക്കണം. ഐ വിസിറ്റഡ് ദ ടൗൺ, അതിലേതാണ് സബ്ജക്റ്റ്? ഐ ആണ് സബ്ജക്റ്റ്. വിസിറ്റഡ് സന്ദർശിച്ചു എന്നുള്ളത് വെർബാണ്. അപ്പോ സബ്ജക്റ്റും വരുന്നുണ്ട്, വെർബും വരുന്നുണ്ട്. സോ ആ ഒരു വേർഡ് എന്ന് പറയുന്നത്, ആ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് അതൊരു ക്ലോസ് ആണ്. ഐ വിസിറ്റഡ് ദ ടൗൺ. ഇനി സെയിം എക്സാമ്പിൾ ഞാൻ നോക്കണേ. ഐ വിസിറ്റഡ് ദ ടൗൺ വേർ ദേ മെറ്റ്. ഐ വിസിറ്റഡ് ദ ടൗൺ വേർ ദേ മെറ്റ്. അപ്പൊ അന്ന് നമ്മുടെ രസ്ന പറഞ്ഞ ഒരു എക്സാമ്പിൾ പോലെ ഒരു താലിച്ചരട് അവിടെ വന്നു. ഐ വിസിറ്റഡ് ദ ടൗൺ ഒരു സെന്റൻസ്, ദേ മെറ്റ് വേറൊരു സെന്റൻസ്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ആര് വന്നു? നമ്മുടെ റിലേറ്റീവ് പ്രൊനൗൺ കയറി വരികയാണ്, വേർ എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ. അപ്പൊ ഈ സെന്റൻസ് എന്തായി? ഇതൊരു അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ട് മാറി. ഇതേപോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഒരെണ്ണം കൂടെ ഇനി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഐ ലവ് ടു ഗോ ടു ദ ബീച്ച്. ഐ ലവ് ടു ഗോ ടു ദ ബീച്ച്. ഈ സെന്റൻസ് എന്താണ്? മനസ്സിലായ ഒരാൾ പറഞ്ഞു ഇതെന്താ? ഈ സെന്റൻസ് എന്താ? ഐ ലവ് ടു ഗോ ടു ദ ബീച്ച്. ബീച്ചിൽ പോവാൻ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, മനസ്സിലായി. അത് എന്താണ്? ഈ സെന്റൻസ് എന്താണ്? ഇത് ക്ലോസ് ആണോ, അഡ്ജക്റ്റീവ് ആണോ? ഇത് ക്ലോസ് ആണെന്ന്. ഐ ലവ് ടു ഗോ ടു ബീച്ച്. ഐ സബ്ജക്റ്റ് ആണ്, ഗോ എന്ന് പറയുന്ന വെർബാണ്. ഓക്കെ, ഇനി ഐ ലവ് ടു ഗോ ടു ദ ബീച്ച് വിച്ച് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഐ ലവ് ടു ഗോ ടു ദ ബീച്ച് വിച്ച് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അവിടെ വിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആ സെന്റൻസ് എന്തായി? അഡ്ജക്റ്റീവ് ക്ലോസ് ആയി. വിച്ച് വന്ന. ഇനി ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ടോം റീഡ്സ് ദ ബുക്ക്. ടോം റീഡ്സ് ദ ബുക്ക്. ഇതൊരു ക്ലോസ് ആണ് അല്ലെ? ടോം റീഡ്സ് ദ ബുക്ക്. ടോം read the book which was very interesting.
Tom read the book which was very interesting. അപ്പൊ അതെന്തായിട്ട് മാറി? ഒരു adjective clause ആയിട്ട് മാറി. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചാല് adjective എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എഴുതിയ എക്സാമ്പിളിലേക്ക് പോലെ മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ ഒരു adjective ആണ്. അറിയാലോ, ഗേൾ മീര എന്ന് പറയുന്ന പെൺകുട്ടീനെ ഡിസ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്ത adjective ആണ് ബ്യൂട്ടിഫുൾ. ക്ലിയർ? ഇനി adjective phrase വരുമ്പോഴോ മീര ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സ്മാർട്ട് ഗേൾ. അപ്പോ adjective phrase ആയിട്ട് മാറി. മീരയെ തന്നെ ഡിസ്ക്രൈബ് ചെയ്തതാണ് ബ്യൂട്ടിഫുളും സ്മാർട്ടും. ഇനി ക്ലോസിലേക്ക് വന്നാലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഐ വിസിറ്റഡ് ദ ടൗൺ. സിമ്പിൾ ആയിട്ട് ക്ലോസ്. ഐ സബ്ജക്ട് വെർബ് എഗ്രി ചെയ്യുന്നുണ്ട്. ഐ വിസിറ്റഡ് ദ ടൗൺ ഒരു ക്ലോസ് ആണ്. ഐ വിസിറ്റഡ് ദ ടൗൺ വേർ ദേ മെറ്റ്. അവിടെ ഒരു റിലേറ്റീവ് പ്രൊനൗൺ കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ അതെന്തായിട്ട് മാറി? ദാറ്റ് ഈസ് എ അഡ്ജക്റ്റീവ് ക്ലോസ്. താങ്ക് യു മാം. അതിനൊരു കറക്ഷൻ ഉണ്ട്. ക്ലോസ് വരുന്നത് എപ്പോഴും റിലേറ്റീവ് പ്രൊനൗൺ കഴിഞ്ഞിട്ടാണ് വരാം, ഒരിക്കലും മുന്നിലല്ല. കഴിഞ്ഞിട്ടോ? കഴിഞ്ഞിട്ടാണ്. ഐ വിസിറ്റഡ് ദ ടൗൺ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ് അല്ല. അത് ക്ലോസ് അല്ലേ മാം? ഐ വിസിറ്റഡ് ദ ടൗൺ എന്നുള്ളത് ക്ലോസ് ആണോ? ക്ലോസ് അല്ലേ? ക്ലോസ് അല്ല. അത് പ്രോനൗണിന് ശേഷം വരുന്നതാണ് ക്ലോസ് ആയിട്ട് വരാം. അപ്പൊ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല, കാരണം ക്ലോസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞൊരു ഒരു വേർഡ് അല്ലേ, അങ്ങനെ പറയാം. ഇവിടെ റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം സബ്ജക്റ്റും വെർബും വന്നിട്ടില്ലേ? ഒതേ മെറ്റ് എന്നുള്ളത് അങ്ങനെ അല്ലേ? അപ്പൊ ഐ വിസിറ്റഡോ? ഐ വിസിറ്റഡ് ക്ലോസ് അല്ല. കാരണം നമ്മുടെ ഫസ്റ്റ് ഇത് നമുക്ക് രണ്ട് പാർട്ടാക്കാം. റിലേറ്റീവ് പ്രൊനൗണിന് മുൻപുള്ളതും സെക്കൻഡ് ഉള്ളതും രണ്ട് പാർട്ടായിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സെക്കൻഡ് പാർട്ട് ഇരിക്കും. മനസ്സിലായോ? ഐ വിസിറ്റഡ് ദ ടൗണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്ത സെന്റൻസ് വരാം. അല്ലാതെ വേർ ദേ മെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവൊന്നും കംപ്ലീറ്റ് ആവില്ല. അല്ല, അത് ഞാൻ കണക്ട് ചെയ്തതാ മാം. ആ എക്സാമ്പിൾ അഡ്ജക്റ്റീവ്, അതായത് ക്ലോസ് ഇപ്പൊ ഐ വിസിറ്റഡ് ദ ടൗൺ മാത്രം എടുത്താലേ അങ്ങനെ എടുക്കാൻ ജസ്റ്റ് ഒരു സെന്റൻസ്, ഐ വിസിറ്റഡ് ദ ടൗൺ ഒരു സെന്റൻസ്. അപ്പൊ ഐ എന്നുള്ളത് സബ്ജക്റ്റും വിസിറ്റഡ് എന്നുള്ളത് വെർബും ആയില്ലേ? അപ്പൊ അതൊരു ക്ലോസ് ആയിട്ട് മാത്രം പറയാൻ പറഞ്ഞതാ, പറ്റത്തില്ല. ക്ലോസ് ആയിട്ട് പറയണമെങ്കിൽ വെറും ഒരു ക്ലോസ് ആണെങ്കിൽ ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞത്. വെറും ക്ലോസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് മാം ഞാൻ ഒന്നും പറയാൻ, ഇപ്പൊ തെറ്റാണെങ്കിൽ എനിക്ക് പറ്റണം. ഇപ്പൊ തന്നെ ഐ ലവ് ടു ഗോ ടു ദ ബീച്ച്, ഇതൊരു ഒറ്റ സെന്റൻസ്. ഐ ലവ് ടു ഗോ ടു ദ ബീച്ച്, അവിടെ സബ്ജക്റ്റും ഉണ്ട് വെർബും വരുന്നുണ്ട്. അപ്പൊ അതൊരു ക്ലോസ് ആയില്ലേ? വെറും ഒരു ക്ലോസ് മാത്രം. എന്നിട്ട് ഐ ലവ് ടു ഗോ ടു ദ ബീച്ച് വിച്ച് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസ് ആയി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്, പഠിക്കാനുള്ള എളുപ്പത്തിന്. അതൊക്കെയാണ് ക്ലോസില് വെർബും സബ്ജക്റ്റിന്റെ കോമ്പിനേഷൻ ഉണ്ടാകും. ക്ലോസ് ആണെങ്കിലും വെർബിന്റെയും സബ്ജക്റ്റിന്റെയും കോമ്പിനേഷൻ വരും. അതിൽ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ പ്രോനൗണിന് ശേഷം വരുന്ന സബ്ജക്റ്റും വെർബും ഇൻക്ലൂഡ് ചെയ്ത സെന്റൻസ് ആണ് അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ട് വരുന്നത്. ഓക്കെ മാം. അപ്പൊ ഇതിന്റെ കൂടെ ഈ ഒരു എക്സാമ്പിൾസ് കൂടെ എഴുതിയാൽ മതിയല്ലോ അല്ലെ, ഇത് കഴിഞ്ഞ് വരുന്ന അഡ്ജക്റ്റീവ് ക്ലോസ് എടുക്കുമ്പോൾ. മാം അതേപോലെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ഞാൻ കയറിയില്ലായിരുന്നു. ഇപ്പോൾ മാം തന്നെ കൊടുത്ത എക്സാമ്പിളിൽ ഉള്ളതാണ്. ദ കോൾഡ് ഐസ്ക്രീം മെൽറ്റഡ് ക്വിക്ലി. ദ കോൾഡ് ഐസ്ക്രീം എവിടെന്നോ ഞാൻ എഴുതിയെടുത്തതാ ഇതില്, മെൽറ്റഡ് ക്വിക്ലി. അപ്പൊ അതെങ്ങനെയാ, അത് ഇത് എന്താണ് മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് വേറെയാണ്. അഡ്ജക്റ്റീവ് ക്ലോസ് മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അഡ്വർബ് ക്ലോസ് ഉണ്ട്, നൗൺ ക്ലോസ് ഉണ്ട്. ശരി ശരി, ഓക്കെ. അപ്പൊ അത് നോക്കണ്ടല്ലോ? നോക്കണ്ട. ആ ഓക്കെ മാം, ഓക്കെ ഓക്കെ. അപ്പൊ ഈ എക്സാമ്പിൾ കുഴപ്പമില്ലല്ലോ അല്ലേ മാം? ഇങ്ങനെ തന്നെ പഠിക്കാലോ? ഇവിടെ സ്ക്രീനിൽ നോക്കി, ദ ഓറഞ്ച് ദാറ്റ് ഹി ബോട്ട് വാസ് ഡെലിഷ്യസ്. ഇവിടെ ദാറ്റ് എന്ന് പറയുന്നതാണ് റിലേറ്റീവ് പ്രോണൗൺ. അതിനുശേഷം വരുന്ന സബ്ജക്റ്റും വെർബും കണ്ടോ, ആ സെന്റൻസ് ആണ് ഹി ബോട്ട്. കണ്ടോ, ദാറ്റ് ഹി ബോട്ട് വാസ് ഡെലിഷ്യസ്. ആ വരുന്ന സെന്റൻസ് ആണ് ശരിക്കും അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. സബ്ജക്റ്റും വെർബും കോമ്പിനേഷൻ ഉണ്ടാകും. അതും റിലേറ്റീവ് പ്രോണൗണിന് ശേഷം വരികയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ മാം, ഓക്കെ.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിലേറ്റീവ് പ്രോണൗണിന് ശേഷം വരുന്ന ഒക്കെ എല്ലാവരും അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന് പറയാൻ പറ്റില്ല. സെന്റൻസ് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് അത് ആ ഒരു നൗണിനെയോ പ്രോണൗണിനെയോ ആണോ മോഡിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. എന്നാൽ മാത്രമേ അത് അഡ്ജക്റ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റും. കാരണം അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ അത് അഡ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് ക്ലോസ് ആയിട്ട് വരുള്ളൂ. അപ്പൊ സെന്റൻസ് വായിച്ചു നോക്കണം. പറയാവോ ഇപ്പോ അങ്ങനെ വരുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള? അത് ഞാനേ ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് എന്താന്ന് മനസ്സിലാവും. അതിനുശേഷം ഞാൻ ആഡ്വർബ് ക്ലോസും നൗൺ ക്ലോസ് എടുക്കുമ്പോൾ ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അല്ലാതെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും. കാരണം ആഡ്വർബ് ക്ലോസിലോ നൗൺ ക്ലോസിലോ സെയിം റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡൗട്ട് എന്നോട് ചോദിക്കും, അപ്പൊ അഡ്ജക്റ്റീവ് ഇത് ഞങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്ന ചോദ്യം വരും. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാം. Okay. Yes. So next Jyoti. Jyoti, പറയൂ. മാം അടുത്ത ആള് പറയട്ടെ മാം, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. Okay. രസ്ന, പറയൂ. മാം എന്നെ വിളിച്ചോ? പറയൂ രസ്ന. ഒരു മിനിറ്റ്, ഞാൻ എന്റെ മോളെ ഓണാക്കാം മാം. ഞാൻ എന്റെ മോളൊന്ന് റെഡി ആക്കട്ടെ, അല്ലെങ്കിൽ അലമ്പാക്കും. ഞാൻ ജ്യോതിയുടെ കഴിഞ്ഞിട്ടല്ലേ വിചാരിച്ചിരിക്കായിരുന്നു. വെച്ചോട്ടോ. ഹലോ, എന്നെ കാണുന്നുണ്ടോ? ഇല്ല. കണ്ടില്ലേ? വന്നു. ഇല്ല. ഇല്ലേ? ഞാൻ ഉണ്ട്. ക്യാമറ എല്ലാവർക്കും പ്രശ്നമാണല്ലോ. രസ്നാനെ കാണുന്നില്ല. എനിക്ക് കാണുന്നില്ല. എനിക്ക് കാണാം. ഇപ്പൊ കാണാം. ഞാൻ ലാസ്റ്റ് ഇത് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരും. എന്നിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയും. അപ്പൊ എല്ലാരും ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആൻസർ പറയും. ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണേന്ന് നോക്കാം നമുക്ക്. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഞാനന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അഡ്ജക്റ്റീവ് എന്താന്ന് ഇപ്പൊ തമന്ന ഏകദേശം എല്ലാവർക്കും റെഡി ആയിട്ടുണ്ടാവല്ലോ. ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണോ പ്രോണൗണോ രണ്ട് വേർഡ്, അത് അതിനെ രണ്ടിനെയും ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാ. ഇപ്പോ പറയണ പോലെ തന്നെ സ്മാർട്ട് ഗേൾ, അതായത് മീര ഇസ് എ സ്മാർട്ട് ഗേൾ, അതിൽ സ്മാർട്ട് വരും. പിന്നെ എക്സാമ്പിൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ, അപ്പൊ പറയാവേ. ഇറ്റ് ഈസ് എ വുഡൻ ചെയർ, ഒരു വുഡൻ ചെയർ ആണ്, അതിൽ വുഡൻ ആണ്. അതുപോലെ നോട്ടി ക്യാറ്റ്, വികൃതിയായ പൂച്ച, ആ നോട്ടി ക്യാറ്റില് നോട്ടിയാണ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പം നോക്കുമ്പോ ഇനി ഒരു വ്യക്തിനെ മാത്രമാണോ അഡ്ജക്റ്റീവ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാന്നുള്ള സംശയം വരും. ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു ആനിമൽ ഉണ്ടെങ്കിൽ ആനിമലിനെ യൂസ് ചെയ്യാ, ഒരു കാറ് അല്ലെങ്കിൽ ഇപ്പൊ ഐറ്റംസ് ഉണ്ടല്ലോ, ബെഞ്ച്, ഡെസ്ക്, കാറ്, ബസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളെയും നമുക്ക് അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഇതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് വെച്ചാല് നമ്മൾ അഡ്ജക്റ്റീവിൽ എന്താ പറഞ്ഞേ, ഇപ്പൊ നമ്മുടെ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പാവം കൊച്ച, ആ കൊച്ചിനെ ചെറുതായിട്ടൊന്ന് പൊക്കി പറഞ്ഞാൽ മതി. പക്ഷെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത് കുറച്ച് അഹങ്കാരിയാണ്, അവർക്ക് കുറച്ച് കൂടുതൽ വേണം. അതായത് ഇപ്പൊ നീ സ്മാർട്ടാന്ന് മാത്രം പറഞ്ഞ പോലെ നീ ഇന്റലിജന്റ് ആണെന്ന് പറയണം. സ്മാർട്ട്, ഇന്റലിജന്റ്, ഗുഡ്, കുറച്ച് കൂടുതൽ കയറ്റി പറയണം ആൾക്ക്, എന്നാലേ ആൾക്ക് തൃപ്തിയാവുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളെയാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയാ. അതിന് എക്സാമ്പിള് ഇപ്പോ രാമു ഇസ് എ ഗുഡ്, സ്മാർട്ട്, ഇന്റലിജന്റ് ബോയ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള, അതായത് ഷീ ഈസ് ഫുൾ ഓഫ് എനർജി ആഫ്റ്റർ എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. അപ്പൊ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇതിലുണ്ടോന്ന് തോന്നും, പക്ഷെ ഫുൾ ഓഫ് എനർജി എന്ന് പറയണത് ഇതില് അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് വരൂലേ മാം?
ഞാൻ ജസ്റ്റ് നെറ്റ് നോക്കിയതാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോ അത് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഹീസ് ആസ് ടാൾ ആസ് എ ട്രീ, ഒരു മരത്തിനേക്കാളും ഹൈറ്റ് ഉണ്ട് എന്ന് പറയും. അപ്പൊ കുറച്ചുകൂടെ കൂട്ടി പറയണം, നമ്മൾ ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പറയല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ അത് അഡ്ജക്റ്റീവ് ഫ്രേസാ വരിക. അതായത് ആസ് ടാൾ ആസ് എ ട്രീ എന്ന് പറയുന്ന സംഭവം ഇതില് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സംഭവം കേട്ടോ. ഞാൻ ജസ്റ്റ് നെറ്റിൽ നോക്കിയപ്പോ കണ്ടപ്പോ ജസ്റ്റ് എഴുതിയെടുത്തതായിരുന്നു. പിന്നെ വരുന്നത് ഇതില് നമ്മള് അഡ്ജക്റ്റീവ് ഫ്രേസ് ജസ്റ്റ് നോക്കുക, അതിൽ സബ്ജക്റ്റും വെർബും ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഈ സംഭവം നോക്കുക, ഗുഡ്, സ്മാർട്ട്, ഇന്റലിജന്റ്, അങ്ങനെ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് വരും. ദെൻ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വെച്ചാല് തമന്ന പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി, അതുകൊണ്ട് എന്റെ മനസ്സിലുള്ളത് പറയാം. ഓക്കെ, അതായത് ഇപ്പൊ 2 സെന്റൻസ് ഉണ്ട്. അതായത് ഇപ്പൊ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത 2 സെന്റൻസുകളെ പിടിച്ച് ഒന്നിപ്പിച്ച് അതിന്റെ ഇടയിൽ ഒരു വേർഡ് കൊണ്ടു വെച്ചാൽ ഇത് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുകയാണ്. അങ്ങനെ വരുന്ന സംഭവങ്ങളെയാണ് നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയാ. നോട്ട് എ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ് അല്ല. ഈ റിലേറ്റീവ് പ്രൊണൗൺ വന്നതിന് ശേഷം വരുന്ന സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് വേർഡ് ഉണ്ടാവും. ആ വേർഡിനെയാണ് ശരിക്കും നമ്മളിവിടെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ ബുക്ക് ദാറ്റ് ഷീ ലെൻഡ് മീ ഈസ് അമേസിങ്. അവൾ എനിക്ക് ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം തരുന്നതല്ലേ, എനിക്ക് തന്ന ബുക്ക് ഭയങ്കര അമേസിംഗ് ആണ്. 1 മിനിറ്റ് കേട്ടോ. കഫം വന്നു, സോറി. ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വെച്ചാൽ 2 സെന്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അതിന്റെ അടുത്ത്, അതായത് ഇപ്പൊ നമ്മൾ റിലേറ്റീവ് പ്രോണോൺ യൂസ് ചെയ്തിട്ടാണ് ആ 2 സെന്റൻസിനെ ബന്ധിപ്പിക്കുന്നത്. ആ 2 സെന്റൻസിനെ ബന്ധിപ്പിച്ചതിന് ശേഷം ആ റിലേറ്റീവ് പ്രോണോണിന്റെ തൊട്ടടുത്ത് വരുന്ന സബ്ജക്റ്റും അതുപോലത്തെ അതിന്റെ കൂടെ ഒരു വെർബ് ഉണ്ടാവും. ആ 2 വേർഡും കൂടെ ഉള്ള കോമ്പിനേഷനെയാണ് എന്ത് പറയുന്നത്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഞാൻ അന്ന് പറഞ്ഞൊരു താലിക്കഥ, അതായത് ഒരു ബന്ധമല്ലാത്ത എവിടെയോ കിടക്കുന്ന ഒരു പയ്യനെയും അതേപോലെ തന്നെ എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിനെയും കൂടി കെട്ടിച്ചു വിടാണ് ആ താലിയാണ് നമ്മളിവിടെ റിലേറ്റീവ് പ്രൊണൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. റിലേറ്റീവ് പ്രൊണൗണിന്റെ ഉദാഹരണങ്ങൾ എന്ന് വെച്ചാല് ഹൂ, ഹൂസ്, ഹും, വിച്ച്, ദാറ്റ്, ഇതൊക്കെ റിലേറ്റീവ് പ്രൊണൗൺ ആണ്. അതായത് നമ്മളത് പഠിച്ചാലേ നമുക്ക് ഇവിടെ കണക്ഷൻ കിട്ടുള്ളൂ ശരിക്കും. അതായത് റിലേറ്റീവ് പ്രൊണൗൺ എന്താന്ന് പഠിച്ചാല് ഇവിടെ കണക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ കണ്ടു, ദ ബുക്ക്, ആ പുസ്തകം, ദാറ്റ് എന്താണ്, നമ്മുടെ താലിയാണ്, അതായത് നമ്മുടെ റിലേറ്റീവ് പ്രൊണൗൺ ആണ്. ഷീ ലെൻഡ് മീ ഈസ് അമേസിങ്, ആ ബുക്ക് അമേസിങ് ആണ്, അവൾ എനിക്ക് തന്ന ബുക്ക് അമേസിങ് ആണ്. അപ്പൊ ഇവിടെ ഏതാണ് നമ്മുടെ ക്ലോസ് ആയിട്ട് വരുന്നത്, ദ ബുക്ക് കഴിഞ്ഞ് ദാറ്റ് എന്താണ് നമ്മുടെ റിലേറ്റീവ് പ്രൊണൗൺ. റിലേറ്റീവ് പ്രൊണൗൺ കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന സെന്റൻസിൽ സബ്ജക്റ്റ് വെർബ് വരണുണ്ടോ നോക്കാം. സബ്ജക്റ്റ് ഏതാണ് ഇവിടെ, ഷീ, അവള്. സബ്ജക്റ്റ് എന്താന്ന് എല്ലാവർക്കും അറിയില്ലേ, നമ്മുടെ ഐ, ഷീ, അങ്ങനെ സംഭവങ്ങൾ ഉണ്ടല്ലോ, ഹി, ദാറ്റ്, അതൊക്കെ സബ്ജക്റ്റ് ആണ്. അതിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഷീ വന്നിട്ടുണ്ട് ഇവിടെ. ലെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്, തരുന്ന ഒരു പ്രവൃത്തി, കടമാണെന്നാണ് എന്റെ അല്ലെ, കടമല്ലേ, ലെൻഡ് ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, ആ 2 സംഭവം വന്നു, സബ്ജക്റ്റും വന്നു, ലെൻഡ് എന്ന് പറയുന്ന സംഭവം വന്നു, ഷീ ലെൻഡ്. അപ്പൊ ഒന്നും നോക്കണ്ട, ജസ്റ്റ് അത് നോക്കുക, റിലേറ്റീവ് പ്രൊണൗൺ ഉണ്ടോ നോക്കുക. അതിനുശേഷം സബ്ജക്റ്റും വെർബും അവിടെ തൊട്ടടുത്ത് വരുന്നുണ്ടോ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ എന്താ, അതാണ് നമ്മുടെ ക്ലോസ്, അതായത് അഡ്ജക്റ്റീവ് ക്ലോസ്. അത്രേ ഉള്ളൂ. അതില് കൺഫ്യൂഷൻ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ആ ദാറ്റ് ഉണ്ടോ, ദാറ്റോ വേറോ ഹൂ അതൊക്കെ ഉണ്ടാവും നോക്കുക. റിലേറ്റീവ് പ്രൊണൗണില് സംഭവങ്ങൾ ഉണ്ടോ നോക്കുക. അതിന്റെ അടുത്ത് സബ്ജക്റ്റും വെർബും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. അത്ര നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് കിട്ടും. ഇനി ഞാന് ക്വസ്റ്റ്യൻ ചെയ്യാം, ചോദ്യം ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ പേപ്പർ വെച്ചിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആൻസർ പറയാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോൾ ബിൽഡിംഗ് റീച്ച്ഡ് ദ സ്കൈ. ഇതില് ഏതാണ് അഡ്ജക്റ്റീവ്? ക്വസ്റ്റ്യൻ ഇതാണ്, ദ ടോൾ ബിൽഡിംഗ് റീച്ച്ഡ് ദ സ്കൈ. എഴുതിയാ മതി, പറഞ്ഞ സമയം പോകും, ആർക്കും കിട്ടില്ല. അതായത് നമ്മൾ എഴുതുന്ന ആൾക്കാർക്ക് ഞാൻ എഴുതിയത് ശരിയാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എഴുതി കഴിഞ്ഞത് കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ആൾക്കാർ ഫസ്റ്റ് പറയും, ദെൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ കോൺഫിഡൻസ് കിട്ടില്ല, അവർ പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയെന്നുള്ളൊരു ഇത് വരും. അതുകൊണ്ടാണ് നിങ്ങൾ എഴുതി വെക്കട്ടോ, ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ മാൻ ഈസ് വെരി ടോൾ. അതിൽ ഏതാണ് വരുന്നത്? അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ് വരുന്നത്. അപ്പോ ഫ്രേസിൽ ഏതാണ് വരുന്നതെന്ന് എഴുതി വെക്കുക. എഴുതിയെങ്കിൽ ഒരു തമ്പിടാ കേട്ടോ. ദ മാൻ ഈസ് വെരി ടോൾ. ഒരു കറക്ഷൻ ഞാൻ പറഞ്ഞോട്ടെ,
ഫ്രേസില് വെരി ഒരു വാക്കായിട്ട് നമ്മൾ കൂട്ടിരുന്നോ? ആണോ? ഞാൻ അതൊരു വെരി ടോൾ എന്ന് പറയുമ്പോൾ ആ ടോളിനെ കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ് വെരി. വളരെ എന്നൊരു മീനിങ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ഒരു വേർഡും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫ്രേസ് ആയിട്ട് വരൂ. വെരി ടോൾ ആൻഡ് സ്മാർട്ട് എന്ന് പറയാലോ. ഓക്കെ, ഞാനേ ജസ്റ്റ് ചാറ്റ് GPT അടിച്ചു കൊടുത്തപ്പോ വന്നതായിരുന്നു, അതുപോലെ എഴുതി വെച്ചത്. കുഴപ്പമില്ല, അത് ആദ്യം ഇതുപോലെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരോ ക്ലാസ്സിൽ. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാനാണ് മാം ചോദിച്ചത്. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നേരത്തെ തമന്ന പറഞ്ഞില്ലേ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ ഐ ലവ് ടു ഗോ ടു ദ ബീച്ച് വിച്ച് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന്. അപ്പൊ അവിടെ റിലേറ്റീവ് പ്രോനൗൺ കഴിഞ്ഞിട്ട് അവിടെ സബ്ജക്റ്റും വെർബും വന്നില്ലല്ലോ. തെറ്റാണ്. പറഞ്ഞത് റിലേറ്റീവ് പ്രൊനൗൺ കഴിഞ്ഞ് സബ്ജക്റ്റും വെർബും വന്നാലേ അഡ്ജക്റ്റീവ് ക്ലോസ് ആവുള്ളൂ. അങ്ങനെയല്ലേ മിസ് പറഞ്ഞത്? തിരുത്തിയേ. ആ സെന്റൻസ് അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലല്ലോ. അപ്പൊ മിസ് അത് ആ സെന്റൻസ് മൊത്തം അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കറക്ഷനും വരുന്നുണ്ട്, മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, അത് ഞാൻ പറയണമെന്നില്ല അല്ലേ? അതെ മാം, നമുക്ക് തിരുത്താൻ പറ്റുന്നുണ്ട്. സ്വയം പഠിക്കും. മേ ഐ സ്റ്റാർട്ട്? ഓക്കെ, അടുത്ത ആഫ്റ്റർ ഹി ലൈക്ക് ഐ ഫെൽറ്റ് എക്സ്ട്രീംലി ടയേർഡ്. മാം അപ്പൊ ഇതും കുറച്ച് പതിയെ പറയാ, എഴുതിയെടുക്കാൻ പറ്റില്ല. എടാ ക്വസ്റ്റ്യൻ എഴുതണ്ട, നിങ്ങൾ ജസ്റ്റ് ആ ക്ലോസ് മാത്രം എഴുതിയാൽ മതി. ക്ലോസ് അല്ല, ഷീ ഫീൽസ് എ ബിറ്റ് ടയേർഡ് ടുഡേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഗൂഗിളിൽ നോക്കിയപ്പോ കിട്ടിയത്. അപ്പൊ ഇത് വരത്തില്ലല്ലോ ശരിക്ക്. മാം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചേ. ഇപ്പോ ഷീ സിംഗ്സ് എ സോങ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ഷീ സിംഗ്സ് എ സോങ് ബ്യൂട്ടിഫുള്ളി, ഇതിന്റെ മലയാളം മീനിങ് എന്താ? അവള് നന്നായിട്ട് പാടി. പാട്ട് നല്ലോണം പാടി, സുന്ദരമായി പാടി. അപ്പൊ എന്തിനെയാണ് അവിടെ മോഡിഫൈ ചെയ്തത്? പാട്ടിന്. നമ്മള് പറയില്ലല്ലോ അല്ലെ? പ്രവൃത്തി പറയല്ലേ, നൗണ് ആ പ്രോനൗണിനെ മാത്രം പറയാം. മിസ്സേ ആകെ കൺഫ്യൂഷൻ ആവുന്ന, ഞാനിപ്പൊ കരയും. അത് ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം തമന്ന. അതായത് നമ്മളില്ലേ അഡ്ജക്റ്റീവ് എങ്ങനെയാ യൂസ് ചെയ്യാന്നറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പേഴ്സൺ, ആനിമൽ, ഐറ്റംസ്, ഇതിനെ മാത്രം, അതായത് ഇവര് ചെയ്യണ പ്രവൃത്തിയെ ഒരിക്കലും നമ്മൾ ചെയ്യൂല, അതായത് വിശേഷിപ്പിക്കൂല. അഡ്ജക്റ്റീവില് മാത്രം, അതായത് അഡ്ജക്റ്റീവ് നോക്കുമ്പോ മാത്രം കേട്ടോ. ഇപ്പൊ ഈ കാറ് ഭയങ്കര സ്പീഡിൽ പോയി എന്ന് പറയുമ്പോ ആ സ്പീഡിൽ പോണ കാര്യമാണ് ഇവിടെ പറയണേ. അതൊരിക്കലും അഡ്ജക്റ്റീവ് അല്ല. ആ കാറ് നല്ല ബ്യൂട്ടിഫുൾ ആന്ന് പറയുമ്പോ ആ ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡ് ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? അപ്പൊ ഞാൻ പറഞ്ഞ ആ എക്സാമ്പിളും തെറ്റല്ലേ? എന്താണ് ദ കാർ, എവിടെയോ ഞാൻ പറഞ്ഞല്ലോ ദ കാർ വൺ വെരി ഫാസ്റ്റ് എന്നോ എപ്പോഴും പറഞ്ഞില്ലേ? ദ കാർ ഈസ് ഫാസ്റ്റ്. അപ്പൊ അത് വരൂലല്ലോ അല്ലേ? ദ കാർ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് തിരുത്തണം. ഓക്കെ, ശരി ശരി, താങ്ക് യു. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സിമ്പിൾ സെന്റൻസ് എടുത്താൽ മതി. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഡൗട്ട് ചോദിച്ചോട്ടെ? ഒരു മിനിറ്റ്. അതായത് നമ്മളിപ്പോ ഈ കാർ ഇസ് വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ അവള് തമന്ന പറഞ്ഞില്ലേ, അതിൽ ഈ കാർ ഇസ് വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു അഡ്ജക്റ്റീവ് വേർഡ് മാത്രമാണെന്നോ? അതൊരു അഡ്ജക്റ്റീവ് ഫ്രേസ് അങ്ങനെ വരുന്നില്ല എന്നല്ല? അഡ്ജക്റ്റീവ് വേർഡ് അല്ലേ അതെന്തായാലും? അല്ല, കാറിന് സ്പീഡാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെന്താണ് അഡ്ജക്റ്റീവ് ആയിട്ട് പറയാം. പക്ഷെ കാർ പോകുന്നത് സ്പീഡിലാണ്, കാറിന്റെ സ്പീഡ് കൂടുതലാണ് എന്നാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് അല്ല. ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് നമ്മോട് പറഞ്ഞത്. ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, അത്യാവശ്യം തട്ടിയിട്ടുണ്ട് അല്ലെ? അങ്ങനെ ചിന്തിക്കൂ. കാരണം അഡ്ജക്റ്റീവ് ക്ലോസ് മാത്രമല്ല, ആഡ്വർബ് ക്ലോസും കൂടി എടുക്കുക. അതിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പെടാം. ഓക്കെ, ആ ചാപ്റ്ററൊക്കെ നമ്മൾ പോയിട്ടില്ല. ഒരു എക്സാമ്പിൾ ഞാൻ ചോദിച്ചോട്ടെ?
ഇതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാട്ടോ, ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഡ്ജക്റ്റീവ് ഫേസിന്റെ ഷീ അഡോപ്റ്റഡ് എ പപ്പി ഫുൾ ഓഫ് എനർജി. അതിന്റെ അതില് നമ്മള് ഈ പപ്പീനെ വിശേഷിപ്പിക്കുന്നതാണ് ഫുൾ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അത് അഡ്ജക്റ്റീവ് ഫേസ്, അത് ശരിയാണോ? അഡ്ജക്റ്റീവ് ഫേസ് ആണോ? ഫുൾ ഓഫ് എനർജി ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നോക്കിയിട്ട് മാം എല്ലാം തെറ്റാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കുറെ എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവര് പറയണ നോക്കുമ്പോ ഞാൻ എഴുതിയതൊക്കെ വ്യത്യാസം. അതുകൊണ്ടാണ് ചോദിച്ചത്. ഗൂഗിളിൽ നോക്കുമ്പോൾ പല പല ചിലപ്പോൾ അങ്ങനെയുള്ളത് വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ ആണെങ്കിൽ ഐ ലവ് ദ ബുക്ക് ദാറ്റ് യു ഗേവ് മീ. അത് അഡ്ജക്റ്റീവ് ഫേസിൽ വരില്ലേ? മറ്റേ റിലേറ്റീവ് കഴിഞ്ഞിട്ട് പ്രോണോന് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ സബ്ജക്ട് വന്നിരിക്കുന്നത്? ദാറ്റ് കഴിഞ്ഞിട്ട് യു ബോട്ട് വന്നു, അതുകൊണ്ടല്ലേ മാം? ഗേവ് മീ. അത് മാത്രമല്ല ഐ ലവ് ദ ബുക്ക്, ആ ബുക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ബുക്ക് എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ ഫോക്കസ് ചെയ്യുന്നത് ബുക്ക് തന്നെയാണ്. യു ഗേവ് മീ. അപ്പൊ ദാറ്റ് യു ഗേവ് മീ വരെയും അത് അഡ്ജക്റ്റീവ് ക്ലോസ്. ഓക്കെ മാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഗൂഗിളിൽ കണ്ടോ എവിടെ കണ്ടോ ആയിക്കോട്ടെ, മലയാളം മീനിങ് നോക്കി ആൻസർ ചെയ്യാം. ഓക്കെ മാം. ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് എന്നോടിപ്പോ എനിക്ക് കൂടുതൽ കേൾക്കുമ്പോ പെട്ടെന്ന് കത്തില്ല. നമ്മൾക്ക് വായിക്കുന്ന പോലെയല്ല, കേൾക്കുമ്പോ ശ്രദ്ധിച്ചിരിക്കണം, എന്നാൽ മാത്രമേ അത് അവരോട് മനസ്സിലാവൂ. സെന്റൻസ് വൈസ് എനിക്ക് മനസ്സിലാവൂ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോ ഓക്കെ നമുക്ക് കറക്റ്റ് ആണ് തെറ്റാണ് ഏറ്റവും നല്ലൊരു മനസ്സിലാവും. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെന്റൻസ് മനസ്സിലാക്കാം. ആ സെന്റൻസിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അഡ്ജക്റ്റീവിനെ കുറിച്ചാണോ അല്ലെങ്കിൽ നൗണിനെ കുറിച്ചിട്ടാണോ പ്രോണൗൺ ആണോ എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ഫോക്കസ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിനെയാണോ മോഡിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. എങ്കിൽ മാത്രമേ അത് അഡ്ജക്റ്റീവോ അഡ്ജക്റ്റീവ് ഫ്രേസോ അഡ്ജക്റ്റീവ് ക്ലോസോ ആവുകയുള്ളൂ. അഡ്ജക്റ്റീവ് ആണ് ഇവിടെ മെയിൻ. മനസ്സിലായോ? അഡ്ജക്റ്റീവ് ഇവിടെ മെയിൻ ആവണമെങ്കിൽ നൗണിനെയും പ്രോണൗണിനെ മോഡിഫൈ ചെയ്യണം. ഓക്കെ ആണോ? ക്ലിയർ ആയോ ഇപ്പോ? മാം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, രസ്ന ടീച്ചർ ഇപ്പൊ എന്നെ ഇടിക്കും. വെറും ഒരു ക്ലോസിന് ഒരു എക്സാമ്പിൾ പറയുമോ? വെറും ഒരു ക്ലോസ് മാത്രം, അഡ്ജക്റ്റീവ് ക്ലോസ് വേണ്ട. മാം ഞാനൊന്ന് പറയാം, അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ എന്നൊന്ന് പറയോ മാം? ഞാൻ പറയാം. അയ്യോ എടാ ഇതൊന്ന് കഴിഞ്ഞു. ക്ലോസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഹൂ ഗേവ് യു എ ബുക്ക്, അത് ക്ലോസിന് മാത്രം. ഹൂ ഗേവ് യു എ ബുക്ക്, ഹൂ ഗേവ് യു എ ബുക്ക്, അത് ക്ലോസ് മാത്രല്ലേ വരുന്നത്? ആണോ മാം? മാം ഒരു വേറൊരു ക്ലോസ് മാത്രം പറയാവോ? ഒരെണ്ണം അഡ്ജക്റ്റീവ് ക്ലോസ് വേണ്ട. ഒരു ക്ലോസ് യു ഹാവ് മേഡ് എ മിസ്റ്റേക്ക്, അതൊക്കെ വരുന്നത് ക്ലോസ് അല്ല, ക്ലോസ് മാത്രല്ലേ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്തിനാണ് ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുന്നേ? നിങ്ങൾ ഇത്രയും ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആകെ വട്ട് പിടിക്കുന്നത് കേട്ടോ. സീരിയസ് ആയിട്ട് പറയാം, ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ സീരിയസ് ആയിട്ട് ഒരുപാട് ചിന്തിക്കാതെ സിമ്പിൾ ആയിട്ട് പഠിക്കും. നിങ്ങൾ ഓരോ ഡൗട്ടിന്മേൽ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാക്കുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ക്ലോസ് എന്താണ്, അതിന് സെന്റൻസ് വൈസ് നോക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ക്ലോസ് എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ ഇതാണ്, സബ്ജക്റ്റിന്റെ വെർബിന്റെ കോമ്പിനേഷൻ ആണ് ക്ലോസ്. അതിൽ ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞത് ശരിയാവില്ല, നമുക്ക് ഡൗട്ട് വരെയുള്ളൂ. എന്തിനാ വെറുതെ? ക്ലോസ് അല്ല ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ്, അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണെന്ന് ആദ്യം നിങ്ങൾ പഠിക്കും. ക്ലോസിലേക്ക് വെറുതെ പോകണ്ട. ക്ലോസ് ഇത്രയേ ഉള്ളൂ, സബ്ജക്റ്റിന്റെ വെർബിന്റെ കോമ്പിനേഷൻ. അത് എന്തു ആകാം, ആ സെന്റൻസിൽ സബ്ജക്റ്റും വെർബ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആണ്. ഓക്കെ, അത് ഏത് സെന്റൻസ് നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, സബ്ജക്റ്റോ വെർബോ ഉണ്ടെങ്കിൽ അത് ക്ലോസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരുപാട് ആലോചിക്കരുത്. വേറൊന്നും പറയാല്ല, ഒരുപാട് ചിന്തിച്ച് ഇതാക്കിയത് ഡൗട്ട് വരെയുള്ളൂ. കാര്യങ്ങൾ സിമ്പിൾ ആക്കി മനസ്സിലാക്കാം.
ഇത് ഒരു ചാപ്റ്ററേ ആയിട്ടുള്ളൂ. നിങ്ങൾ അത് മനസ്സിലാക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിട്ടുള്ളൂ. ഇതിന് പുറകെ വരുന്ന ചാപ്റ്റർ ഉണ്ട്, ഒരു നൗൺ ഉണ്ട്. നൗൺ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും നിങ്ങൾക്ക് സംശയം വരാൻ പോകുന്ന നൗൺ എടുക്കുമ്പോഴാണ്. ഇത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അഡ്ജക്റ്റീവ്, ഫ്രേസ് ആൻഡ് ക്ലോസ്. ഓക്കെ, ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? നൗണിനെയും പ്രോനൗണിനെയാണ് അല്ലെ? അപ്പൊ നൗൺ, ഫ്രേസും ക്ലോസ് എന്തിനെ ഫോക്കസ് ചെയ്യും എന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങൾ. ഇതിൽ ഇത്രയും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യും? നൗൺ, നോൺ ഫ്രേസ് ആൻഡ് നോൺ ക്ലോസ് ആലോചിക്കും. അതാ പറഞ്ഞേ, പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് മാത്രം കേൾക്കുക. ഓക്കെ, അത് ക്ലോസ് ആണോ, ഫ്രേസ് ആണോ, അതെങ്ങനെയാണ്, അവിടെ വെർബ് എങ്ങനെ വരും, സബ്ജക്ട് എങ്ങനെ വരും, നൗൺ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാല് ഇരട്ടി കൺഫ്യൂഷൻ വരും. ഞാൻ നിങ്ങളെ ഇത് പറയുമ്പോ ചീത്ത പറയുന്നതായിട്ടോ ഒന്നും തോന്നരുത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ഡൗട്ട് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ചിന്തിക്കില്ല. ഗൂഗിളിൽ നോക്കുന്നുണ്ട്, ശരി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നോക്കൂ, നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. ക്ലോസ് എന്ന് പറയുന്നത് ആദ്യം ആ സെന്റൻസ്, ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാകും. എന്തായാലും ഒരു സെന്റൻസ് വരും അല്ല. എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ ഇങ്ങനെ എടുക്കാലോ. The book that I read last night. ശ്രദ്ധിച്ച് കേൾക്കുക. The book I read that, sorry, the book that I read last night. Okay, okay, അതാണ് സെന്റൻസ്. ചിന്തിക്കൂ, മലയാളം മീനിങ് എങ്ങനെയുണ്ട്? ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ I love the book that I read last night. ആലോചിച്ചേ. രണ്ട് പാട്ടുണ്ട് ഇതില്. ഫസ്റ്റ് റിലേറ്റീവ് പ്രോണൗൺ മുൻപും ശേഷവും ഉള്ളത് അല്ലെ? മുൻപത്തെ പാട്ട് നാലേക്ക് I love the book that I read last night. I love the book, എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് അല്ലെ? ആണോ? ഞാൻ ഇഷ്ടപ്പെടുന്ന ബുക്ക് എന്നാണോ പറയുന്നത് അവിടെ? അതെ അതെ അതെ. ബുക്ക്, ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗൺ ആണ് അല്ലെ? യെസ്. അപ്പൊ അവിടെ വരെ ഓക്കെ. അതിനുശേഷം റിലേറ്റീവ് പ്രോണൗൺ വന്നിട്ടുണ്ടോ? ആ റിലേറ്റീവ് പ്രോണൗൺ വന്നിട്ടുണ്ടെങ്കിൽ അത് നൗണിനെ ബേസ് ചെയ്ത് വന്ന റിലേറ്റീവ് പ്രോണൗൺ അല്ലേ? ബുക്ക് എന്ന് പറയുന്നത് തിങ്ക് ആയതുകൊണ്ട് ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്തു. അതെന്താണ്? ഒരു കണക്ഷൻ ആണ്. അടുത്തൊരു സെന്റൻസ് തുടങ്ങാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു ലിങ്ക് മാത്രമാണ്. ഓക്കെ, അപ്പോ ആ സെക്കൻഡ് സെന്റൻസ് അതാണ് ക്ലോസ് ആയിട്ട് വരാം. ആ ക്ലോസ് ആയിട്ട് വരണമെങ്കിൽ ആ ക്ലോസിൽ എന്ത് വേണം? വെർബും സബ്ജക്റ്റും വേണം. ഓക്കെ, അപ്പോ അങ്ങനെ വരുന്ന റിലേറ്റീവ് പ്രോണൗൺ തുടങ്ങി വെർബും സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്ന ആ സെന്റൻസിനെ ആണ് നമ്മൾ എന്താ പറയാ? അഡ്ജക്റ്റീവ് ക്ലോസ്. അഡ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് വരുന്ന സെന്റൻസിൽ മാത്രമേ നമ്മൾക്ക് അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം, ക്ലിയർ മാം, ക്ലിയർ. സോറി മാം, ഞാൻ ഇത്രയും കൺഫ്യൂസ് ആയത് വേറൊന്നുമല്ല. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ എഴുതിയെടുത്ത എക്സാമ്പിൾ നോക്കിയപ്പോൾ ഈ സബ്ജക്ട് വെർബ് അതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതാ ഞാൻ ഒന്നും കൂടെ ചോദിച്ചത്. പിന്നെ ഒരു ഭയങ്കര പക്ഷേ ഇങ്ങനെ ഡൗട്ട് വന്നത് കൊണ്ട് ഞാൻ കുറച്ചൊരു ക്ലിയർ ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സ്വയം ഒരുപാട് എക്സാമ്പിൾസ് നോക്കി കറക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന്. ഓക്കെ, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നല്ല നല്ല എക്സാമ്പിൾസ്, ഡൗട്ട്ഫുൾ ആയ എക്സാമ്പിൾസ് അല്ല, നിങ്ങൾക്ക് ക്ലിയർ ആയ എക്സാമ്പിൾസ്, നിങ്ങൾക്ക് സിമ്പിൾ ആയി തോന്നുന്ന എക്സാമ്പിൾസ് മാത്രം വന്ന് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഡൗട്ട്ഫുൾ ആയ എക്സാമ്പിളും കൊണ്ട് വന്നാല് മനസ്സിലായവരെയും കിളി പോകും, എന്റെയും കൂടെ പോകും ചിലപ്പോ. ഓക്കെ, സ്വാഭാവികമാണ്. നമ്മളെല്ലാം മുഖ്യന്മാരാണ്. ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല, എനിക്കും വരും കൺഫ്യൂഷനൊക്കെ. ഓക്കെ ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ട് വരാം. ഓക്കെ, രത്ന കൺഫ്യൂഷൻ ആക്കിയതല്ല കേട്ടോ, നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്.
നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല, നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ക്ലാസ് എടുക്കുക നിങ്ങൾ പറയൂ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് പറഞ്ഞ് ഞാൻ പോയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായിട്ട് എനിക്ക് ഇപ്പൊ മനസ്സിലായി അല്ലേ? മിസ് ഓക്കെ മിസ് ഞങ്ങൾക്കൊന്ന് മനസ്സിലായി മിസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ പോയതാണ് നിങ്ങൾ. ഇപ്പൊ വന്ന് പറഞ്ഞത് വേറെയാണ് അല്ലെ? അത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇത്രയും ക്ലിയർ ആക്കി തന്നു. ഇപ്പൊ ഏകദേശം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എക്സാമ്പിൾസ് ആയിട്ട് വരും. അപ്പൊ മനസ്സിലാകാം ഇനി ഇത് ക്ലിയർ ആയോ ഇല്ലയോ എന്ന്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട് മാം, പറയാൻ ടൈം ഉണ്ടോ ഇപ്പോഴേ? ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല ടൈമില്ല, ഇപ്പൊ ക്ലാസ്സിൽ കയറണം, അടുത്ത ക്ലാസ് ഉണ്ട്. ഓക്കെ മാം, ക്ലാസ് രണ്ടുപേരെ ക്ലാസ് എടുത്തോളൂ. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, എന്തായാലും ഈ ചാപ്റ്റർ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഡോണ്ട് വറി. ഓക്കെ മാം, താങ്ക് യു മാം. ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും സമയം കഴിഞ്ഞു മാം. ഇല്ല, ഞാൻ പറയിക്കാം, പേടിക്കണ്ട, എല്ലാവർക്കും പറയാം. അവസാനം ഞാൻ അടുത്ത ക്ലാസ്സിൽ തരും. നിങ്ങൾ ആരും ഞാൻ നല്ല നല്ല എക്സാമുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അഡ്ജക്റ്റീവ് ക്ലോസിന്റെ ഒക്കെ ഞാൻ സൂപ്പറായി ഇതൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം. ക്ലോസ് ഓക്കെയാണ് മാം, പ്രൈസിലാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. ഇപ്പൊ ഓക്കെ ആയി. കൺഫ്യൂഷൻ അല്ല, വെരി സംഭവങ്ങൾ വന്നല്ലോ, അപ്പോഴാണ് ഡൗട്ട്. അതാണ് ഞാൻ പറഞ്ഞേ. ഇപ്പോ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റിലേക്ക് എത്താതെന്ന് മനസ്സിലായേ? ആള് നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്രയല്ലേ ഉള്ളൂ, ഭംഗിന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ വാക്കൊന്നും കയറി വന്നിട്ടില്ല അല്ലേ? ആണോ? അതെ അതെ അതെ, അതാണ് പ്രശ്നം. വളരെ ഭംഗിയായിട്ടുണ്ടെന്നേ പറഞ്ഞോളൂ. ആ സമയം വളരെ ഭംഗിയായിട്ടുണ്ടാവുള്ള കുറച്ച് സ്മാർട്ട് ആണെന്ന് കൂടെ പറഞ്ഞാൽ മാത്രമേ ആ ഭംഗിയും സ്മാർട്ടും കയറി വരുള്ളൂ. അങ്ങനെ കയറി പറയാൻ പറ്റൂ. ഓക്കെ മാം, ക്ലിയർ ആയി. അത് എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണ്. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി കറക്റ്റ് ആണെന്ന് എഴുതി വെച്ചു. എനിക്ക് മുന്നേ പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട് ക്ലാസ്സിൽ. എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, ചോദിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ക്ലിയർ ആയില്ലേ? കുറെ കൂടെ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കത് ഫുള്ള് ബൈ ഹാർട്ട് ആയി മാം, സത്യമായിട്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്താൽ മതി. നിങ്ങൾ അങ്ങനെയല്ല ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത്, എന്തോ ഭീകരമായ എന്തോ സത്യം വന്ന പോലെയാണ്. അങ്ങനെയല്ല കേട്ടോ, സിമ്പിൾ. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ഇതിന് 3 എക്സാമ്പിൾസ് ആയിട്ട് വരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ സംസാരിക്കാതിരിക്കാം, മാക്സിമം ക്ലാസ് തന്നെ ഫോക്കസ് ചെയ്യാം. ഓക്കെ മാം, ഓക്കെ ക്ലിയർ. പെട്ടെന്ന് സൈൻ ഔട്ട് പറയും, അപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിൽ കയറും പെട്ടെന്ന്. ഞാനാണ് സൈൻ ഔട്ട്. Okay. Good morning all, and here I am presenting a short speech before you about music. Music is more than just an entertainment. It is a powerful tool for our well-being. It reduces stress, boosts mood, and even helps with anxiety and depression by releasing good hormones, feel-good hormones. Listening to music improves memory, focus and learning. It also aids patients with Alzheimer's by bringing back memories. Physically, music lowers blood pressure, enhances exercise performance, and speeds up recovery from illness. Beyond health, music helps us express emotions when words fail. It connects us, heals us, and energizes us. So, let's make music a part of our lives, not just for fun, but for a healthier mind and body. Thank you. ഞാൻ ഒരു പാട്ട് കൂടി പാടാം കേട്ടോ മിസ്സേ. മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you. പാടടാ, പാട്ട് പാടാം.